അതിദരിദ്രയൊക്കെ നാടുകടത്തി തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് തൂത്തുവാരാമെന്ന് സ്വപ്നം കണ്ടിരിക്കുമ്പോഴല്ലയോ ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസില് സർക്കാരിന്റെ ചെകിട്ടത്ത് നല്ല ഒന്നാം തരം ഒരു അടി കിട്ടിയത്. ഇനി എന്ത് ഗിമ്മിക്ക് കാണിച്ചാലാണ് ഇതിൽ നിന്നൊന്ന് തടി കഴിച്ചിലാക്കാൻ പറ്റും എന്ന ചിന്തയില് അല്ലെങ്കിൽ ആ വിചാരത്തിൽ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് CPM. കല്യാണം കഴിക്കുന്ന പെൺകൊച്ചുങ്ങൾക്കെല്ലാം സാമ്പത്തിക സ്ഥിതി നോക്കാതെ ഒരു 5 പവൻ വീതം കൊടുക്കാം എന്നൊരു വാഗ്ദാനം വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. പക്ഷെ അതിനിപ്പോൾ വകുപ്പില്ല. തെരഞ്ഞെടുപ്പ് വന്ന് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചതോടെ അതിനുള്ള വഴിയും അടഞ്ഞിരിക്കുക. ഓരോ വാർഡിലും സർക്കാരിന്റെ കണ്ണിൽപ്പെടാതിരുന്ന അതിദരിദ്രന്മാര് മറിച്ച് വോട്ട് ചെയ്താൽ തന്നെ CPM-ന്റെ കാര്യം അല്ലെങ്കിൽ LDF-ന്റെ കാര്യം കട്ടപ്പോകയാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വാസു വക്കീലിന്റെ അറസ്റ്റിന്റെ രൂപത്തിൽ നല്ല ഒന്നാം തരം 18ന്റെ പണി സർക്കാരിന് കിട്ടിയത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ അരങ്ങൊരുക്കി നിൽക്കുക. സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. വകുപ്പ് വിഭജനമൊക്കെ പൂർത്തിയാക്കി. ആ സന്നിഗ്ധ ഘട്ടത്തിലല്ലയോ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് വാസുവിനെ അറസ്റ്റ് ചെയ്തത്. ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ വാർത്ത പുറത്തു വന്ന അന്നു മുതൽ അത് CPM-നും സർക്കാരിനും വല്ലാത്തൊരു കുരിശായിട്ട് മാറിയിരിക്കുകയായിരുന്നു. പക്ഷെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരെയോ ഇപ്പോഴത്തെ പ്രസിഡന്റിനെയോ തൊടുകയില്ലെന്നാണ് വിചാരിച്ചത്. കാരണം നമ്മുടെ പോലീസല്ലയോ അന്വേഷണം നടത്തുന്നത്. അവർ പിണറായിക്ക് എന്തെങ്കിലും പണി കൊടുക്കുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? പക്ഷെ എന്തുവാ സംഭവിച്ചത്? ഈ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇരിക്കുന്നത് എറണാകുളത്താണേലും ഹൈക്കോടതി ഇങ്ങനെ കണ്ണ് തുറന്ന് കണ്ണ് ചിമ്മാതെ ഇവിടെ നടക്കുന്ന അന്വേഷണം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തട്ടിപ്പിന്റെ ലെവലേശവും പറ്റത്തില്ല. അതുകൊണ്ടല്ലയോ പോലീസിന് വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. പാർട്ടി നേതാക്കളെ ഭരിച്ച ദേവസ്വം ബോർഡുകൾക്കൊന്നും ഈ കൊള്ളയിലോ കവർച്ചയിലോ യാതൊരു പങ്കുമില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തുടക്കത്തിലെ പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സ് അദ്ദേഹം പറഞ്ഞെന്താ, നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ, എന്ത് അന്വേഷണവും നടന്നോട്ടെ, ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം സംഗതിയെല്ലാം കുഴഞ്ഞു മറിഞ്ഞിരിക്കുക, അങ്ങ് തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ഈ കവർച്ചയില് സർക്കാരിന്റെ പങ്ക്, സർക്കാർ എന്ന് പറഞ്ഞാല് CPM നേതാക്കളുടെ പങ്ക് ഇപ്പൊ വെളിപ്പെട്ട് വന്നിരിക്കുക. ഇനി നാളെ അതിൽ നിന്ന് മുകളിലോട്ട് പോകുമോ എന്നുള്ള പേടിയായി ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ പഴയ പ്രസിഡന്റിനെ പിടിച്ചു, ഇനി ഇപ്പോഴത്തെ പ്രസിഡന്റിനെ പിടിക്കുമോ? അതിന് മുകളിലോട്ട് പോകുമോ? മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, ദേവസ്വം ഭരിച്ച മന്ത്രിമാരൊക്കെ ഇവിടെ കേരളത്തിലുണ്ടല്ലോ, അവരിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമോ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പേടിയെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ 100 മുഴം ബാലരാമപുരം കൈത്തറിയുടെ തുണിയുണ്ടെങ്കിലും നഗ്നത മറയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ CPM എത്തി നിൽക്കുകയാണ്. സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ ഗൾഫിലെ തള്ളിമറിക്കലൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങിയെത്തി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ AKG സെന്ററിലേക്ക് വെച്ചുപിടിച്ചത്. പാർട്ടി ഓഫീസിൽ അവിടെ ചെന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തിയത്. എങ്ങനെ ഇതിനകത്തു നിന്ന് ഊരാൻ പറ്റും, അതായിരുന്നു ആലോചന. ഫയർ ഫൈറ്റിങ്, തീകെടുത്തല്, ഈ ട്രിവാൻഡ്രം വാട്ടർ വർക്സിലെ മുഴുവൻ സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഈ തീ കെടുത്താൻ പറ്റുമോ എന്നുള്ളത് സംശയാസ്പദമായ കാര്യമാണ്. ഈ സന്ദർഭത്തിലും നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സ് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന വിപതി ധൈര്യമുണ്ടല്ലോ, അതാണ് അദ്ദേഹത്തെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എന്താണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്? ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാ പറയുന്നത്. ഇത് അറസ്റ്റ് കഴിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മീറ്റ് ദ പ്രസിൽ മാപ്രകളോട് പറഞ്ഞതാ. അതാണ് നമ്മുടെ ഗോവിന്ദൻ മാർക്സിന്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. അത് കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റു ജില്ലകളിലെ CPM നേതാക്കൾക്കൊന്നും അത്രയും ഒരു ധൈര്യം കിട്ടത്തില്ല. കണ്ണൂരാണോ ആ ധൈര്യം അവരുടെ കൂടപ്പുറപ്പായിട്ട് തന്നെയുണ്ട്. ഇതുപോലത്തെ ധൈര്യം എന്റെ സുഹൃത്തായ ചാൾസ് ശോഭരാജിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സിനിമയില് തിലകന്റെ കഥാപാത്രം പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഈ ധൈര്യം കണ്ടപ്പോൾ ഓർമ്മയിൽ വന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ ധീരത പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. ഇപ്പൊ PM ശ്രീ പദ്ധതി അതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചല്ലോ സംസ്ഥാന സർക്കാർ. പക്ഷെ ഇതുവരെ പിന്മാറുകയാണെന്ന് അറിയിച്ചിട്ടുള്ള കത്ത് കേന്ദ്ര ഗവൺമെന്റ് അയച്ചിട്ടില്ല. ഉടനെ അയക്കണമെന്ന് പറഞ്ഞതാ, പിറ്റേന്ന് അയക്കാമെന്ന് പറഞ്ഞതാ. ഇതുവരെ തീരുമാനമായിട്ട് എത്ര ദിവസമായി? കത്ത് തയ്യാറായിട്ട് തന്നെ എത്ര ദിവസങ്ങളായി? ഇതുവരെ കേന്ദ്ര സർക്കാരിന് ഈ കത്ത് അയച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് പാർട്ടി പറയണം, പാർട്ടി പറഞ്ഞാലേ അയക്കത്തുള്ളൂ. അത് MV ഗോവിന്ദൻ മാഷ് അങ്ങനെ അങ്ങോട്ട് പറയത്തില്ല. പറയില്ലെന്നല്ല, അങ്ങനെ വേണ്ട, അല്പം ഒന്ന് കഴിഞ്ഞോട്ട്. അങ്ങനെ CPI-ക്കാര് വലിയ മിടുക്കന്മാരാകണ്ട. അത് മാത്രമല്ല മറ്റൊരു ധൈര്യം കൂടെ ഉണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ. അതില് CPI-ക്കാർക്കും ജയിക്കണമല്ലോ. CPI-യുടെ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ടല്ലോ ഇടതുപക്ഷ മുന്നണിയില്. അപ്പോ ഇനിയും വഴക്കും വക്കാണവുമായിട്ട് CPI വരത്തില്ല എന്നുള്ളൊരു ധൈര്യം. അതാണ്
MP ഗോവിന്ദൻ മാഷിന്റെ കയ്യിലുള്ള തുറുപ്പിച്ചിട്ട്. അതുകൊണ്ടാണ് കത്തയക്കാം വരട്ടെ എന്നൊരു ധീരമായ നിലപാടെടുത്ത് അദ്ദേഹം നിൽക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നിൽക്കുന്നത്. പാർട്ടി പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ എന്ന ഈ കത്ത് കേന്ദ്രത്തിലേക്ക് അയക്കുമായിരുന്നു. വാസു കൊച്ചാട്ടിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ്. ആയിരുന്നല്ലോ നേരത്തെ ദേവസ്വത്തിന്റെ കമ്മീഷണറായിരുന്നു 2 തവണ, പിന്നീട് പ്രസിഡന്റായി. ഈ പ്രസിഡന്റ് പദവും വേറൊരു ഉദ്യോഗമാണെന്നാണ് നമ്മുടെ ഗോവിന്ദൻ മാഷ് പറയുന്നത്. പക്ഷെ സത്യം അതാണോ? അങ്ങനെയാണോ സംഗതികളുടെ കിടപ്പ്? അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, 2 തവണ ദേവസ്വം കമ്മീഷണറായിരുന്നു. അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ പ്രസിഡന്റ് അല്ല, അദ്ദേഹമാണ് ഭരണം നടത്തിയിരുന്നത് എന്നാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവർ ഇപ്പൊ പറയുന്നത്. അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. പിന്നീട് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹം PK ഗുരുദാസൻ മന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് വിവാദം നടക്കുന്ന കാലത്ത് അന്ന് അദ്ദേഹം കമ്മീഷണറാണ്. അപ്പൊ ഈ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് കേരള സർക്കാർ കൊടുത്ത കേസുണ്ടായിരുന്നു. കേസ് എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകളെ കടത്തണം, 10ഉം 50ഉം വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകളെ ശബരിമലയിൽ കടത്തണം. അതായിരുന്നു സർക്കാരിന്റെ തീരുമാനം, നിർബന്ധം. എന്നിട്ട് വേണം പിണറായി വിജയന് കേരളത്തിലെ ഏറ്റവും അവസാനത്തെ നവോത്ഥാന നായകനായി മാറാനായിട്ട്. അതിനുവേണ്ടി ഈ സുപ്രീം കോടതിയിൽ ചില കേസുകളൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഈ കേസുകളൊക്കെ ഏകോപിപ്പിച്ചത്. വക്കീലായിരുന്നു, വഞ്ചിയൂരും കൊല്ലത്തും ഒക്കെ വക്കീലായിട്ട് പണിയെടുത്തിട്ടുള്ള ആളാ. അപ്പൊ നിയമവശങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അദ്ദേഹമാണ് ഡൽഹിയിൽ പോയി ഇതൊക്കെ ഏകോപിപ്പിച്ചിരുന്നത്. ഒരു സുപ്രധാന സിറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പം എങ്ങോട്ടാ ആദ്യം പോയത്? AK സെന്ററിലേക്കാ, പാർട്ടി ഓഫീസിലേക്കാ. ആദ്യം പാർട്ടി നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം, പിന്നാണ് സർക്കാരുമായിട്ട് സംസാരിച്ചത്. അത്രയ്ക്ക് ഗുലാനായിരുന്നു പാർട്ടിയും വാസു വക്കീലും തമ്മിൽ. ഇപ്പൊ പറയുക അദ്ദേഹം വെറും ഉദ്യോഗസ്ഥനല്ലയോ എന്ന്. അത് CPM-ന്റെ ഒരു രീതിയാ. കാര്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വെറും 7ാം കൂലിയായിട്ട് അങ്ങ് തള്ളിക്കളയും. ഇക്കാര്യത്തിൽ മറച്ചു വെക്കാൻ ഒന്നുമില്ലെന്നും നമ്മുടെ ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട്. പക്ഷെ മറയ്ക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ എങ്ങനെയാ മറയുക? എങ്ങനെയാണ് മറയ്ക്കാൻ പറ്റുക? കണ്ണും തുറന്നിരിക്കുമല്ലയോ ഹൈക്കോടതി. അവരുടെ മേൽനോട്ടത്തിലല്ലയോ അന്വേഷണം നടക്കുന്നത്. അന്വേഷണം നടത്തുന്ന പോലീസുകാർ കേരള പോലീസിനെയാ, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയാ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സൂപ്പർ DGP അദ്ദേഹം അവിടെ ഇരിക്കുകയല്ലയോ. അദ്ദേഹമാണല്ലോ പോലീസ് ഭരിക്കുന്നത്, പോലീസ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അദ്ദേഹം ഈ ഹൈക്കോടതിയുടെ ഒരു നിയന്ത്രണം ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഈ കവർച്ച കേസ് തേച്ചു മാച്ച് കളയുമായിരുന്നു. വാസു സാറിനെ അറസ്റ്റ് ചെയ്തു. ഇനി എങ്ങനെയെങ്കിലും ഇക്കാര്യത്തിൽ ഒരു പൊത്തുവരുത്തം ഉണ്ടാക്കാം എന്നങ്ങ് വിചാരിക്കുക. പക്ഷെ അന്നേരം വേറെ 2 പേര് ക്യൂവിൽ നിൽക്കുകയല്ലയോ. ഒന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്ത്, മറ്റൊന്ന് നേരത്തെ പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ. പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ ലീലാവിലാസങ്ങൾ ആരംഭിച്ചെന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്, അവരുടെ വിധിന്യായത്തിലുണ്ട്. അതുപോലെ തന്നെ പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഉണ്ണികൃഷ്ണന്റെ സ്വാധീനം തുടർന്നു എന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. ഇനി നാളെ ഇവരെ ആരെയും പൊക്കുമോ? ഇവര് വളരെ വേണ്ടപ്പെട്ടവരാ പാർട്ടിക്ക്. പത്മകുമാർ എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു CPM-ന്റെ. ഇപ്പൊ അല്പം പിണങ്ങി നിൽക്കുക. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം അല്പം അലോഗ്യത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാ, കോന്നിയിൽ നിന്നുള്ള MLA ആയിരുന്നു. അതുപോലെ നമ്മുടെ PS പ്രശാന്ത് പഴയ കോൺഗ്രസിന്റെ ഉച്ചിരൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തു, നെടുമങ്ങാട് തോറ്റുപോയി. അതിനെ തുടർന്ന് അതിനുള്ള നിരാശ കൊണ്ട് അദ്ദേഹം മറുകണ്ഠം ചാടി CPM-ലെത്തി. അങ്ങനെ ആ സമയത്ത് കുറച്ചുപേര് കോൺഗ്രസിൽ നിന്ന് അപ്പുറത്ത് പോയായിരുന്നു, കാലുമാറിപ്പോയായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും മികച്ച പദവി കിട്ടിയത് ഈ പ്രശാന്തിനാ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? CPM-ലെ തന്നെ ഏറ്റവും പ്രമുഖരായ ആളുകൾക്ക് കിട്ടുന്ന ഒരു തസ്തികയാണ്. അത് കിട്ടിയത് പ്രശാന്തിനായിരുന്നു. അതാ പറഞ്ഞത്, ഈ 2 പേരും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആളുകളാ. ഇവരെങ്ങാനും പിടിച്ചകത്തിടുമോ? കൈവലങ്ങ് വീഴുമോ? അതാ ഇപ്പോഴത്തെ പേടി. വാസുവിനെ അറസ്റ്റ് ചെയ്തു, ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ഇവരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ പാർട്ടിയുടെ അവസ്ഥ? അപ്പോഴത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി ഇക്കാര്യത്തില് ഹൈക്കോടതിയെ സമീപിച്ചാലോ എന്നൊരു ആലോചന ഉണ്ട്. തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ, തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് വരെ ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്തതെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്താൽ അത് നിലനിൽക്കുമോ എന്നുള്ളൊരു ആലോചന ഇപ്പൊ പാർട്ടി നടത്തുന്നുണ്ട് എന്നാ കേട്ടത്. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതുപോലുള്ള അവസരങ്ങളിലൊക്കെ കണ്ണൂരിലെ ആ ജോത്സ്യനെ പോയി കാണുന്നത്, ഇനി അവിടെ പോയി കവടി നിർത്തിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി പറശ്ശിനിക്കടവ്
മുത്തപ്പൻ ശരണം.